ശരിക്കാനും ചിന്തിപ്പിക്കാനുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിൽ സമീറ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, നിനക്ക് നിന്റെ ഈ ചോദ്യങ്ങളൊക്കെ കിട്ടുന്നത്? എന്റെ ചോദ്യങ്ങൾക്ക് അന്ത്യമില്ല. നിനക്ക് എപ്പോഴെങ്കിലും ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഈ കേൾക്കുന്ന ലിസണേഴ്സിനോടും ഉള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ്സിൽ ലീവ് ചെയ്യും. ഞാൻ സമീറിനോട് ചോദിക്കാം. അതെ, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയോ കാര്യമോ എനിക്ക് അന്നില്ല. എനിക്ക് അന്ന് ആകെ 7 വയസ്സോ അങ്ങനെ എന്തോ ഉള്ളു. സംഭവം എന്താന്ന് വെച്ചാല്, എന്റെ ഉമ്മയും ഉപ്പയും സൗദിയിലല്ലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ജനിച്ച് ഒരു 2 വയസ്സ് കഴിഞ്ഞപ്പോ സൗദിയിലെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്കറിയില്ല. ബിൽഡിങ്ങിന്റെ ഉള്ളിൽ അങ്ങനെ വലിയൊരു ബന്ധമില്ല. 4 ചുമരുകൾക്കിടയിൽ പെട്ടുപോകും. ഒരു സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് സൗദി ലൈഫ് അങ്ങ് എൻഹാൻസ് ആവുന്നത്. അപ്പൊ ഇവര് ഉമ്മയും ഉപ്പയും എന്റെ ചൈൽഡ്ഹുഡ് സ്പോയിൽ ആവണ്ട, വെറുതെ ഒറ്റപ്പെട്ട് ജീവിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ കാക്കനെയും ഉമ്മിപ്പിയും നാട്ടില് ഗ്രാൻഡ് മദറിന്റെ ആക്കി. അപ്പൊ 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഞാൻ ഗ്രാൻഡ് മദറിന്റെ അടുത്തായിരുന്നു. 6 വർഷം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങള് രണ്ടാളും സൗദിക്ക് വന്ന്. അപ്പൊ ഈ ടൈമില് ഇടക്ക് വെക്കേഷൻ ഉമ്മ നാട്ടിക്ക് വന്നിരുന്നു. ഉപ്പൊക്കെ എന്തോ ലീവ് കിട്ടിയില്ല, ഉമ്മ മാത്രം നാട്ടിക്ക് വന്ന്. അപ്പൊ ഉമ്മ എന്നെയും ഇക്കാക്കിനെയൊക്കെ കൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിയെന്ന് NRI മണി ഞങ്ങളിങ്ങനെ കൊണ്ടോട്ടി അങ്ങാടിയിലൂടെ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ തന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പം ഉമ്മ എന്റെ കൈ പിടിച്ചത്. കാക്ക ഒരു 6th ക്ലാസ്സിലൊക്കെ എത്തിയാണ്. അപ്പം കാക്കന്റെ കൈ ഉമ്മ പിടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോ നാട്ടില് 2 വേ ആണല്ലോ, മോംസ് ഫേവറേറ്റ് സൺ. അതെ, നാട്ടില് 2 വേ ആണല്ലോ. പക്ഷെ സൗദിയില് ക്രോസ് ചെയ്യുമ്പോ ഫുൾ 1 വേ അല്ലേ. ഉമ്മ ആരും മസിൽ മെമ്മറിയില് കാക്ക നേരെ നോക്കി ക്രോസ് ഒക്കെ ചെയ്ത് 6ാം ക്ലാസ്സിലാവുമ്പോഴും അവന് പ്രൊട്ടക്ടറായി നിൽക്കണ്ട. പക്ഷെ എന്നിട്ട് ഞാനും ഉമ്മയും ക്രോസ് ചെയ്തപ്പോ ഉമ്മ ലെഫ്റ്റ് നോക്കി ക്ലിയർ ക്രോസർ വന്നപ്പോ റൈറ്റിന്ന് ഒരു ബസ് ഇങ്ങനെ മെല്ലെ വന്ന്, അതായത് ബസ് സ്റ്റാൻഡിക്ക് കേറി എന്നിട്ട് അണ്ട് ഇടിച്ചപ്പോ ഇടിച്ചു. എന്റെ ഉമ്മനെ ഇടിച്ച് ഞങ്ങള് നിലത്ത്. അപ്പൊ നാട്ടുകാരൊക്കെ വന്ന്. പക്ഷെ ഉമ്മ പറഞ്ഞതാണ് ഞാൻ വീണത് മറ്റേ ബസ്സിന്റെ ടയറിന്റെ അടുത്തായിരുന്നു. ഉമ്മ കേട്ട് വേഗം മസിൽ മെമ്മറി ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് വേഗം നിന്നെ വലിച്ചിട്ട്, അല്ലെങ്കിൽ ടയേഴ്സ് വുഡ് ഹാവ് ഗോൺ ഓവർ മൈ ഹെഡ്. വലിയ പോരാളി മറ്റാരുമില്ല. അത് എനിക്ക് അത് ഓർമ്മയില്ല ഇൻ ദ സെൻസ് ഈ ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. പക്ഷെ ഇങ്ങനെ ടയറിന്റെ അടുത്ത് കൂടെ പോകാനായോണ്ടാണ് വലിച്ചിട്ട്, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ലേശം അൺകോൺഷ്യസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഒക്കെ ഇട്ട് ഐ വാസ് ബാക്ക്. കാരണം നമ്മൾ പ്രൊട്ടക്ടേഴ്സ് ആണല്ലോ. അതെ, അപ്പൊ ജസ്റ്റ് 1 ഡേ തിങ് ആയിരുന്നു. അതായിരുന്നു എന്റെ ഒരു നിയർലി ഡെത്ത് എക്സ്പീരിയൻസ്. വേറെ അങ്ങനെ ഓർമ്മത്തൊക്കെ ആയിട്ടുള്ള നീ ഒരു സർവൈവർ ആണ്. അതെ, എല്ലാവരും എപ്പിസോഡിലും സെമീറിന് എന്തെങ്കിലും ഒരു വിക്ടിം സ്റ്റോറി, സർവൈവർ സ്റ്റോറി.